അനക്ക് മടുത്ത് പപ്പി. ഈടുന്നെല്ലാം വിറ്റിട്ട് നാട്ടിൽ പോയിട്ട് ഉള്ള കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചാൽ മതി എനിക്ക്. നാട്ടിൽ ടിക്ടോക്ക് ഇല്ലല്ലോ. ദിനേശ് ഏട്ടൻ പുറത്തെല്ലാം ഇറങ്ങിയാൽ നടക്കുന്ന കാണണം നീ. എന്നാ ഇങ്ങനെ നടക്കുന്നാ ഉള്ളിൽ ബീജി വിട്ടിട്ടാ നടക്കുന്നു. വേറൊരു ലോകത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ദിനേശ് ചേട്ടൻ്റെ 2 ഫ്രണ്ട്സും ഫാമിലിയും വീട്ടിൽ വന്നതിനു. എന്നിട്ട് പോകാൻ നേരത്ത് നോക്കുമ്പോൾ ഒരാളുടെ ഫോൺ കാണുന്നില്ല. ഫോൺ എവിടെയാ നോക്കാൻ വേണ്ടിയിട്ട് ദിനേശ് ചേട്ടൻ ഓരോ നമ്പറിലേക്ക് കോൾ ചെയ്ത്. അപ്പം ഞാൻ നോക്കുമ്പോൾ സോഫ പില്ലോൻ്റെ അടിയിലുണ്ടായിനേനു. എന്നാന്നറിയാം ദിനേശ് ചേട്ടൻ്റെ പേര് അതിൽ ഇവർ സേവ് ചെയ്ത് വെച്ചിന്. കിട്ടിയ രാത്രി 12-1 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഗെയിം കാണാൻ തുടങ്ങും. ഫുട്ബോൾ ഞാനൊന്നും പറയുന്നില്ല. ഫുട്ബോൾ അല്ല, ടിക്ടോക്കിലെ ഗെയിം പപ്പി. ഡോണറ്റാ വേണ്ടിയേ? ഡോണറ്റ് ഒന്നും നല്ലതല്ല മോളെ. സുലോ ഇതൊക്കെ പഴമായിട്ട് എടുത്തോട്ട് തട്ടെ. ഡോണറ്റൊന്നും വേണ്ട. ഇന്നാ പിടിച്ചോ ലയൺ. ദിനേശ് ചേട്ടാ, നമുക്ക് ചെറിയൊരു പൂച്ചനെ വാങ്ങിയാലാ? പൂച്ചല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പൂച്ച. ട്രെയിനാ? ട്രെയിനിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നാ പിടിച്ചോ ട്രെയിൻ. ചേട്ടാ, ഈ മാലൻ്റെ കൊളുത്തൊന്ന് മാറ്റി തരുവാ? നോക്കട്ടെ. നെക്ലേസ് എടുത്തു. ഈ ലയണും ട്രെയിനും ഷിപ്പൊന്നും വെറുതെ കൊടുക്കുന്നതല്ല, നല്ല പൈസയുണ്ട് ഇതിനല്ലോ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ എന്നാൽ ടിക്ടോക്കിൽ പെമ്പിള്ളേർ ചോദിച്ചാൽ ഇന്നാ പിടിച്ചോന്ന്. നിനക്കൊരു കാര്യം അറിയാം പപ്പി, കഴിഞ്ഞ തിങ്കളാഴ്ച എങ്ങോട്ടേക്കാണ് ഈ കുട്ടപ്പനായിട്ട്? ശില്പൻ്റെ ബർത്ത്ഡേ ടിക്ടോക്കിൽ. ഒരു കൊല്ലത്ത് എത്ര പ്രാവശ്യമാണ് ബർത്ത്ഡേ നോക്ക്. ഇതിനടുത്തല്ലേ നിങ്ങൾ 2 പ്രാവശ്യമുള്ള ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിന് കുറേ സാധനമെല്ലാം മേടിച്ചിട്ട്. അത് ഇംഗ്ലീഷ് കലണ്ടറും മലയാള കലണ്ടറും അല്ലേ കഴിച്ചത്. അപ്പം ഇത് അറബി കലണ്ടർ. എന്നാ പറയണ്ടേ, സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് ഒറ്റക്ക് താമസിക്കുന്ന ആ പെൺകുട്ടീനെ നോക്കാൻ വേണ്ടി നമ്മളല്ലാണ്ട് പറയാനുള്ള ഞാൻ കംസ, ഉപ്പാൻ്റെ ചാത്തൻ, അലവലാതി, കണ്ണിച്ചോറിയില്ലാത്ത ഇവരെല്ലാം തന്നെ. എന്നാ പറയട്ടെ, നമ്മളിന്ന് അടിച്ചു പൊളിക്കും. നീതാ ശില്പൻ്റെ ലൈവാണ്. എനിക്ക് വേറെ പറയാനല്ലോ കൊടുക്കും. എല്ലാം കാണാം. നീയും കൂടി വെറുതെ വരും. ഇതൊക്കെ ഇഷ്ടപ്പെടുവാവും. എന്നാലും ഇത് നീ നോക്കണേ, കാണണേ, കണ്ടിട്ട് പറയണേ. ഓക്കെ. സ്വന്തം അമ്മേൻ്റെ പ്രഷറിൻ്റെ ഗുളിക തീർന്നിട്ട് വാങ്ങിക്കൊടുക്കാൻ സമയമില്ലാത്ത പരമദുഷ്ടനാണ് ഈ ടിക്ടോക്കിലെ പെണ്ണിൻ്റെ കൊല്ലത്തെ 3ാമത്തെ ബർത്ത്ഡേക്ക് സ്വർണവും കൊണ്ടുപോയിനി. എടാ പട്ടിത്തന്നെ, നീ എന്നാടാ പറയുന്നത്? എടാ ധനേശ, നീ ഉണ്ടല്ല, നീ പുറത്തിറങ്ങ്. നീ ഈ ടിക്ടോക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ചിലക്കല്ലടാ. ഇതിൻ്റെ ഉള്ളിൽ ചിലക്കല്ല, നീ പുറത്തിറങ്ങ്. ഒന്ന് കാണിച്ചാ എനിക്ക് ഞാൻ ദാ ഇവിടെ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ധനേഷിനോട് പറയാണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ അപ്പുറമല്ലോ എൻ്റെ വീട്, അവിടെ പോയിട്ടിരുന്ന് പറയാം. വൈകുന്നേരം നിങ്ങൾ ഓനെ കണ്ടിട്ടില്ലേ വന്നിന്? അപ്പം നിങ്ങളെ വായിൽ എന്താ പഴം ഒഴുകിനാ? നേരിട്ട് പറയാനുള്ള കാര്യം നേരിട്ട് പറയാം, അല്ലാണ്ട് ഈ ടിക്ടോക്ക് കടന്നിട്ട് ഉണ്ടാക്കുമല്ല വേണ്ടേ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ രണ്ടാളും ഒന്നും പറയില്ല. അതിനുള്ള ധൈര്യം ദിനേശാട്ടനും ഇല്ല, ധനേഷിനും ഇല്ല. ഈ ടിക്ടോക്കിൽ വന്നിട്ടുള്ള നൊടിച്ചൽ മാത്രമേ ഉള്ളൂ. എപ്പം നോക്കിയാലുണ്ട് ഒരു പരാന്തം കളിയും കളിക്കും.
നീ ഇറങ്ങ്, നീ വീട്ടിൽ ഇറങ്ങ്, നീ ടിക്ടോക്കിൽ വലിയ ചിലക്കല്ല നീ. പിന്നൊരു കാര്യം കേൾക്കണ, കുറേ ആയി അച്ഛൻ പറയുന്നത് ദിനേശേട്ടനോടൊന്ന് സംസാരിക്കണമെന്ന്. ഇത് ഞാൻ ദിനേശേട്ടനോട് പറഞ്ഞിട്ട് ദിനേശേട്ടൻ എന്നാ പറഞ്ഞതെന്നറിയാം? നിന്റെ അച്ഛനോട് രാത്രി 10 മണിക്ക് ടിക്ടോക്ക് ലൈവിൽ വരാൻ വേണ്ടി പറ. ദിനേശേട്ടനോട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഇതാ അച്ഛൻ വിസിറ്റ് വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയെന്ന്. നാട്ടിൽ ടിക്ടോക്ക് ഇല്ലല്ലോ. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. മടുത്ത് പപ്പി, ഒരു ചെറിയ കുട്ടീൻ്റെ അച്ഛനാന്നുള്ള ബോധം വേണ്ടേ? ടിക്ടോക്കിലെ ഗെയിം തോറ്റു എന്ന് പറഞ്ഞിട്ട് പച്ച പാതിരാത്രിക്ക് ഉണ്ടാവും തണുത്ത വെള്ളം തലയിൽ കൂടി ഒഴിക്കുന്നത്. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കും മോളെ കൺമഷി എടുത്തിട്ട് കുണുവാവുക, പച്ചമുളക് തിന്നുക എന്ന് വേണ്ട. തിന്നുമ്പോൾ കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ടിക്ടോക്ക് തന്നെ ടിക്ടോക്ക്. ശരിയാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പപ്പി. അയ്യേ, ട്രൈ ചെയ്ത് നോക്കല്ലേ? സ്വാമി ഫോൺ എടുത്തു. Everyone please tap 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 tap. വെറുതെ ഇരിക്കില്ല എല്ലാവരും. Come on guys, come on tap 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 tap. നോക്ക്, അപ്പുറം ലാസ്റ്റ് 10 സെക്കൻഡിലാണ് പോയിന്റ് കൂടുക. നമുക്ക് ഈ ഗെയിം ജയിച്ചു. Please everyone please double tap double tap. Anish bhai, thank you so much. Nawaz bhai, thank you. Manaf ka, thank you so much. Afzal ka, thank you so much. Please everyone tap 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 please. സിബിച്ച എനിക്കൊരു ലയണത്താ പ്ലീസ്. സിബിച്ച പ്ലീസ്. താങ്ക് യു സോ മച്ച്. യു ആർ വെരി ബ്യൂട്ടിഫുൾ, യു ആർ ക്യൂട്ട്. യു ആർ സിംഗിൾ ആണെങ്കിൽ അനീഷ് ഭായ് താങ്ക് യു സോ മച്ച്. Everyone tap 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 please. വെറുതെ ഇരിക്കല്ല guys, എല്ലാവരും ടാപ്പ് ടാപ്പ് ഈസിയാർ. നാണമില്ലേ ഈ സമയത്ത് കൂകി വിളിക്കാൻ? യു ഗോ മാൻ, ഹു ആർ യു? ദിസ് ഇസ് മൈ ലൈഫ്. നീ നിന്റെ കാര്യം നോക്ക്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നെ പഠിപ്പിക്കാൻ ഒരു ദണ്ഡി ഇവിടെ വരേണ്ട ആവശ്യമില്ല. മോഡറേറ്റർമാരുടെ ശ്രദ്ധയ്ക്ക് എന്നെ ഉപദേശിക്കുന്ന എല്ലാ പട്ടികളെയും ബ്ലോക്ക് ചെയ്തേ. പച്ച പുലർച്ചക്ക് ഇവിടെ ഈ 1:30 മണിക്കല്ലേ ഈ ലൈവ് വന്ന് നമ്മളെ അറിയുന്ന ആൾക്കാർ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നെന്നാ വിചാരിക്കുക? അന്നെ കൊള്ളായിട്ടൊന്നല്ല വിചാരിക്കുക. ए शोएब भाई, थैंक यू सो मच शोएब भाई. बांग्लादेश में हमारा बाकी फैंस कैसे है? अच्छा है? ए शोएब भाई, 1 लायन देनो, लायन भेजो, लायन प्लीज. ദ ലാസ്റ്റ് 10 സെക്കൻഡ് ആണ് ഇതിൽ നമ്മൾ വിന്നർ ആവണേ. അവിടെ ലാസ്റ്റ് 10 സെക്കൻഡിലാണ് പോയിന്റ് വീഴുക. കൂടെ നിന്നേക്കണേ. അനീഷ് ഭായ് താങ്ക് യു സോ മച്ച്. യൂസഫ് ഭായ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതിൽ ജയിച്ചിരിക്കുന്നു. അതിന് നെക്സ്റ്റ് ഗെയിം 2:30 അപ്പോൾ ഇപ്പം തന്ന സപ്പോർട്ട് എല്ലാവരും എനിക്ക് അതിൽ തരണം. അപ്പോൾ ആരും അറിഞ്ഞിടത്ത് ഞാനൊരു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഞാനിപ്പോൾ വരാം കേട്ടോ. ഓക്കെ ബൈ. എന്തേ 1:30 ആയാലും ഇപ്പം എന്നാ ഇതെല്ലാം ശരിയാകുന്നു തോന്നുന്നുണ്ടാ? ഈ പുലർച്ചെ 1:30 എന്നെ പുരുഷന്മാരിലായിട്ട് ഈ ലൈവിൽ അട്ടസിക്കുന്ന ഈ കളിക്കുന്നില്ല. അപ്പം നിങ്ങൾ രാത്രി ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്ന പെമ്പിള്ളേർക്ക് നിങ്ങൾ അന്യ പുരുഷനല്ലേ? അതുപോലെ ഒരു പെണ്ണല്ലേ ഞാനും എൻ്റെ മോളും തിന്നും കുടിക്കുകയും ചെയ്യേണ്ട പൈസയാണ് നിങ്ങൾ ഈ ടിക്ടോക്കിലിരുന്ന് പെമ്പിള്ളേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത്. എന്തേ തലകുനിഞ്ഞു പോയേ? ഈ കുടുംബത്തിലേക്ക് വരേണ്ട എത്ര പൈസയാണ് നിങ്ങൾ ഗിഫ്റ്റ് അറിഞ്ഞിട്ട് കണ്ട് പെമ്പിളർക്ക് കൊടുത്തേ? ലയണ്, ട്രെയിന്, പിന്നെന്നാ ഷിപ്പ്, നെക്ലേസ്. ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷറപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കുടുംബത്തിൽ നിന്ന് പോയ പൈസയെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ഗിഫ്റ്റ് കളിച്ചിട്ട് തിരിച്ചു പിടിക്കും. നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചേ. പിന്നെ ഈ ടിക്ടോക്ക് കയറിയതല്ലേ മനസ്സിലായേ, കുറേ ഞരമ്മമാരുണ്ട്. അതുകൊണ്ട് കൂടുതൽ അധ്വാനിക്കേണ്ടൊന്നും വരില്ല. അടുത്ത ഗെയിം 2:30 ഇനി ഏകദേശം ഗെയിം എല്ലാം കഴിയുമ്പോഴത്തേക്ക് 5:30 നിങ്ങൾ പോയട്ടെ. പോ.
പപ്പി നിന്റെ ഐഡിയ ആയിട്ട് ദിനേശേട്ടൻ സ്വപ്നത്തെ പോലെ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഞാൻ ഹാപ്പിയായി. നിന്റെ ഫോണൊന്നും ദിനേശേട്ടന്റെ ഫോണൊന്നും ആ ടിക്ടോക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്. എന്നിട്ട് മനസമാധാനത്തോടെ ടിക്ടോക്ക് ഇല്ലാണ്ട് മനുഷ്യന്മാരെ പോലെ ജീവിക്ക് കേട്ടാ. പപ്പി, ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു രസമാണ് കേട്ടാ. നമ്മളുണ്ടല്ല ഈ പഠിച്ച് പരീക്ഷ എഴുതി ജോലിയെല്ലാം എടുത്തിട്ട് കിട്ടുന്ന പൈസേൻ്റെ ഇരട്ടിയാണ് ഈ ടിക്ടോക്കിൽ നിന്ന് കിട്ടുന്നത്. ഈ ലൈവെല്ലാം പോയി കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടുന്നതാണെന്നാ നീ വിചാരിക്കുന്നത്? ഈ വെറുതെ ഇരുന്ന് കിട്ടുന്നതിൻ്റെ സുഖം ഞാൻ ഇപ്പോൾ അല്ലേ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള കാലത്ത് ഈ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ മോക്ക് ഇപ്പോഴേ ട്രെയിനിങ് കൊടുക്കുവാന്ന്.